നമുക്ക് അധികം ഊട്ടിയിൽ വേറെ ഏത് വ്യൂ പോയിന്റിലും ഇതുപോലത്തെ ഒരു വ്യൂ കിട്ടില്ല. ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇതേ കാണുന്ന പാറയുടെ ഷേപ്പാണ്. ഇപ്പം ഞങ്ങളുള്ളത് കോടനാട് വ്യൂ പോയിന്റിലാണ്. ഊട്ടിയിൽ നിന്നൊക്കെ ഒരു 40 കിലോമീറ്ററോളം ദൂരെയായിട്ടാണ് ഇത് ഉള്ളത്. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാൽ. ഊട്ടിയിൽ നിന്നും ബസ്സിലായിരുന്നു ഞങ്ങൾ കോടനാട് വ്യൂ പോയിന്റിൽ എത്തിയത്. കോടനാട് എത്തുന്നത് വരെ നല്ല തേയിലത്തോട്ടങ്ങളുടെയും മലനിരകളുടെയൊക്കെ അടിപൊളി കാഴ്ചകളായിരുന്നു ഉണ്ടായിരുന്നത്. ഊട്ടിയുടെ തിരക്ക് കുറഞ്ഞ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് ഇങ്ങോട്ടേക്കുള്ള യാത്ര. കോടനാട് വരാനായിട്ട് നമുക്ക് ഊട്ടിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ബസ് കിട്ടാത്തതുകൊണ്ട് കോത്തഗിരി വന്ന് അവിടെ നിന്നാണ് കോടനാട്ടേക്കുള്ള ബസ് കിട്ടിയത്. ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ ഈ കാണുന്ന വ്യൂ പോയിന്റ് തന്നെയാണ്. ഈ വ്യൂ പോയിന്റിന് തൊട്ടടുത്ത് തന്നെയാണ് ഇങ്ങോട്ടേക്കുള്ള ബസ്സുകളുടെ ലാസ്റ്റ് സ്റ്റോപ്പും. ഒരു രക്ഷയില്ലാത്ത വ്യൂ പോയിന്റാണ് ഇവിടുത്തേത്. മോയാർ റിവർ ഒഴുകുന്നതിന്റെ ദൂരക്കാഴ്ചയും അതുപോലെ തന്നെ നീൽഗിരി ഹിൽസിന്റെ ഈസ്റ്റേൺ സൈഡ് വ്യൂ ഒക്കെയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. പിന്നെ ഈ സ്ഥലം ഫോറസ്റ്റ് ഏരിയയുടെ ഭാഗമായതുകൊണ്ട് തന്നെ അത്യാവശ്യം അനിമൽ സൈറ്റിംഗ്സും ഇവിടെയുണ്ട്. ഊട്ടിയുടെ തിരക്ക് പിടിച്ച സ്പോട്ടുകളിൽ നിന്നൊക്കെ മാറി ഒരു ശാന്തമായിട്ടുള്ള സ്ഥലമാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. നല്ല വേനൽക്കാലത്ത് പോയതുകൊണ്ടായിരിക്കാം ഞങ്ങൾ പോയ സമയത്ത് വലിയ കോടമഞ്ഞൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ പരിസരത്ത് താമസിക്കുന്നവരോടൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ എപ്പോഴും കോടമഞ്ഞ് ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. പിന്നെ പലപ്പോഴായി ഈ ടീ പ്ലാന്റേഷൻസിന്റെ അകത്ത് പുലിയെ വരെ കണ്ടിട്ടുണ്ടത്രേ. പിന്നെ റോഡ് സൈഡിലൊക്കെ സ്ഥിരമായിട്ട് കാട്ടിയെയും കാണാൻ പറ്റും. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയായി ബന്ധപ്പെട്ട് കോടനാട് ടീ എസ്റ്റേറ്റ് ഒരു കാലത്ത് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നതാണ്. ഇവിടുത്തെ സൺറൈസ് ആണെങ്കിലും സൺസെറ്റ് ആണെങ്കിലും അടിപൊളിയാണ് കാണാൻ. വേനൽക്കാലം കഴിഞ്ഞിട്ടുള്ള സൺറൈസ് ടൈമുകളിലൊക്കെ ഇവിടെ ക്ലൗഡ് ബെഡ് ഫോം ചെയ്യാറുണ്ട്. ഊട്ടിയിലെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സ്പോട്ടുകളിൽ ഒന്നാണ് ഈ വ്യൂ പോയിന്റ്. കോത്തഗിരിയിൽ നിന്ന് 18 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ നിങ്ങൾ അടുത്ത തവണ ഊട്ടിയിലേക്ക് വരുമ്പോൾ കോടനാട് വ്യൂ പോയിന്റ് വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ട്രാവൽ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. മറ്റൊരു ട്രാവൽ സ്റ്റോറിയായി നമുക്ക് വീണ്ടും കാണാം.